അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഈ പറഞ്ഞ വാളയാർ കേസ് ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അല്ല, ഞാനിതിനെ കാണുന്നത് വളരെ ഒരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആയിട്ടാണ് ലീഗലി. കാരണം ഒരു കാരണവശാലും ആ രണ്ട് കുട്ടികൾക്ക് നീതി കിട്ടാതെ പോകരുത്. നീതി എന്നത് യഥാർത്ഥത്തിൽ സമൂഹം കൊടുക്കേണ്ടതാണ്. നീതിയും നീതിബോധവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ആ പ്രായം ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ വളരെ ക്രൂരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോവുകയും ജീവൻ നഷ്ടപ്പെട്ട രണ്ട് പേരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. അത് കൊടിയ പീഡനം അവർ നേരിട്ടിട്ടുണ്ട്. അത് നേരിട്ടിരിക്കുന്നത് കുടുംബത്തിനകത്തുനിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഉണ്ട്. കാര്യം സമൂഹവും ഒരു പരിധിവരെ അതിന് ഉത്തരവാദിത്വം വഹിച്ചേ മതിയാവും. ആ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് ജസ്റ്റിസ് ഹരിപ്രസാദിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വളരെ വ്യക്തമായി അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വരുന്നത്. ഞാനിതിനെ കാണുന്നു. നോക്കൂ, ഒരു കുറ്റാന്വേഷണവും അതിൻ്റെ ഇൻട്രിക്കേറ്റ്സ് ആസ്പെക്ട്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി തൂങ്ങി മരിക്കുന്നു. അത് കഴിഞ്ഞ് 49 ദിവസം കഴിഞ്ഞാണെന്ന് തോന്നുന്നു അടുത്ത കുട്ടി തൂങ്ങി മരിക്കും. 52. ആദ്യത്തെ കുട്ടിയുടെ തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ട് 52, 49 52. ഈ പറയുന്ന ആദ്യത്തെ കുട്ടിയുടെ മരണത്തിന് ശേഷം അതിന് എത്രമാത്രം സഹായം ഈ പറയുന്ന കുടുംബത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാര്യം അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട്സ് അറിയാവുന്നവർ ആ കുടുംബക്കാരാണ്. നമ്മൾ നോക്കി സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഒരു കുട്ടി മരിക്കുന്നു, ഒരു ഉദാഹരണം, ആ കുട്ടി അല്ലെങ്കിൽ അസ്വാഭാവികമായി കൊല്ലപ്പെടുന്നു. ഈ അമ്മയുടെ ഒന്നും 164 സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം തന്നെ എടുക്കാറില്ല. ആ 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാത്തതിന് കാരണം പോലീസ് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആദ്യം തന്നെ എടുക്കാത്തതിന് മെയിൻ കാരണങ്ങളിലൊന്ന്, മൊഴി മാറ്റാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരാളാണ് അമ്മ. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ പൂർണ്ണമായും ആ കുട്ടിക്ക് നീതി കിട്ടത്തക്ക രീതിയിൽ ആ ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കുന്ന ഒരാളാകും എന്നായിരിക്കാം ആദ്യത്തെ അനുമാനം. പക്ഷേ ഘടകവിരുദ്ധമായാണ് പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, അവർ പോലീസിൽ കൊടുത്ത മൊഴിയും 164 കോടതിയിൽ കൊടുത്ത മൊഴിയും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം വന്നാൽ ആ ആരോപണം തെറ്റാണ് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ പറയാൻ കഴിയില്ല. പൂർണ്ണമായി അവർ കാര്യങ്ങൾ സമൂഹത്തോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? നോക്കൂ, ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കുട്ടി കഴിഞ്ഞേ ബാക്കി എന്തുള്ളൂ. അവരുടെ കുട്ടി എന്ന് പറയുന്ന രണ്ട് കുട്ടികളെ, ആദ്യത്തെ ഒരു കുട്ടി വളരെ ചെറുപ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ട ശേഷം 52 ദിവസം കഴിഞ്ഞ് മറ്റൊരു കുട്ടിയെ കൂടെ നഷ്ടപ്പെട്ടിട്ടും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായി സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അവിടെ ഒരു വലിയ ഫെയിലിയർ അവരുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് പ്രാഥമികമായ ഒരാൾ ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. അത് CPM-ൻ്റെ നോക്കൂ, ഇവിടെ സഖാവ് പറഞ്ഞല്ലോ, അതിൽ കുഴപ്പമുണ്ട്. അവിടെ ആരാണ് വന്നത്, അവരാരാണ് താമസിച്ചത്, ആ താമസവുമായി ബന്ധപ്പെട്ട കണക്ഷൻ ഉണ്ടോ ആദ്യത്തെ മരണവുമായി ബന്ധപ്പെട്ട്, ഇതൊക്കെ ഷെയർ ചെയ്യണ്ടേ? അപ്പോൾ അവർ അത് ഒതുക്കി വെച്ചു. അടുത്ത ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുമ്പം, അടുത്ത സ്റ്റേജ് ഞാൻ പറയാം, അടുത്ത ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുമ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോലീസിന് മനസ്സിലാവുന്നു ഈ അമ്മയും അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയുടെ ഫ്രണ്ട് ഓർ ഹൂഎവർ ഹി ഈസ്, നിങ്ങൾ നെയിം ചെയ്തു, അയാളും ഇതിനകത്ത് പ്രതിപട്ടികയിലേക്ക് വരേണ്ട ആൾക്കാരാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു. ആ സാഹചര്യം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളം സമ്മതിച്ചില്ല. കാര്യം ഇവരോട് അനീതി കാണിക്കാനും പോലീസ് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാനും അവരിതിനു ഈ പറയുന്ന ക്രിമിനൽ കുറ്റത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും രാഷ്ട്രീയ സാമൂഹിക കേരളം പറഞ്ഞു. നോക്കൂ, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഞാനും ലാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഫ്ലോറിലിരിക്കുന്നവർക്കെല്ലാം അൾട്ടിമേറ്റ് എയിം എന്താണ്? നമ്മുടെ ആ കുട്ടികൾക്ക് രണ്ടുപേർക്കും നീതി കിട്ടണം. അത് അമ്മ കൊന്നതാണെങ്കിൽ അമ്മയ്ക്കെതിരെ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതാണെങ്കിൽ അവരെയും ശിക്ഷിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുന്നത് ആ കുട്ടികൾക്ക് നീതി കിട്ടാനായിട്ടാണ്. പക്ഷെ കുട്ടികൾക്ക് നീതി കിട്ടത്തക്ക രീതിയിലാണോ അവിടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത്? അപ്പോൾ അമ്മയെ ഒരു വിമർശനം ഉന്നയിച്ച് ഇതിനകത്ത് പ്രശ്നമുണ്ട് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കോർണർ ചെയ്യുന്ന ഒരു രീതിയാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്.
അപ്പോൾ പോലീസിന് പല ഘട്ടത്തിലും അകത്തോട്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടു. ഈ പറയുന്ന കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി, BJP, കുമ്മനം രാജശേഖരനൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി. സാമൂഹ്യ പ്രവർത്തകർ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. സാമൂഹ്യ പ്രവർത്തകരെ എല്ലാം പേര് പറയേണ്ട കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കാൻ പോലീസ് സജ്ജമായി നിൽക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് കേരളത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പാലക്കാട് CPM നേതാക്കന്മാരിലേക്ക് ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ അതിനെ അങ്ങനെ പെട്ടെന്ന് കടത്തി വിട്ട് കളയാൻ പാടുള്ള കാര്യമാണ്. കാരണം അങ്ങിപ്പോൾ പറഞ്ഞ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും താങ്കൾ നേരത്തെ പറഞ്ഞ പൗരസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രമുഖരായ നായകന്മാർക്കും സാംസ്കാരിക നായകന്മാർക്കും ഈ പറയുന്ന പ്രതിപക്ഷത്തിനും സർക്കാരിനെ നമുക്ക് വിടാം, പോലീസിനെ നമുക്ക് മാറ്റി നിർത്താം, എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും അവർ ഒരു പ്രിവിലേജ് കൊടുക്കുന്നു. ഈ അമ്മയ്ക്ക് ദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റു ചില സാമൂഹ്യ അവസ്ഥകൾ കൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു സ്ഥിതിയിലൂടെ ജീവിക്കേണ്ടി വന്നു. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട, അവരെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യേണ്ട, അവരെ അങ്ങ് മാറ്റി നിർത്താം. എന്നിട്ട് മാറ്റി നിർത്തുന്നതോ പോകട്ടെ, അത് നേരെ രാഷ്ട്രീയമായി എടുത്ത് പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെ ഉപയോഗിക്കാം. പോലീസ് കണ്ടുപിടിക്കണം. നേരത്തെ സേനാപതി വേണു പറഞ്ഞത് കേട്ടില്ലേ? ഇത് പോലീസ് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഇതൊക്കെ ചാടി മറികടന്ന് സമൂഹത്തിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ മറികടന്ന് കണ്ടുപിടിക്കണം സ്വയം. ഇതായിരുന്നു അവസ്ഥ. നോക്കൂ, അമ്മയെ അവർ നിൽക്കുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ പറയാമെന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ നിയമത്തിൽ അങ്ങനെ കാണാൻ കഴിയില്ല. നിയമത്തിൽ അങ്ങനെ കാണാൻ കഴിയില്ല. ഒരു കുട്ടിയെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന എത്ര അമ്മമാരെ നമുക്ക് കാണാൻ കഴിയും? ആ കുഞ്ഞിന് നീതി കിട്ടുന്നത് എങ്ങനെയാ? അമ്മയെ ജയിലിലടക്കിയ വഴിയാണ് അല്ലേ? അപ്പം നമ്മൾ നോക്കൂ, നമ്മൾ നിയമം അതിനകത്തൊരു പെസിമിസ്റ്റിക് ഐയോടുകൂടിയാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പെസിമിസ്റ്റിക് ഐയോടുകൂടി മാത്രമേ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയൂ. അതല്ല എങ്കിൽ ഇവരെല്ലാം പാവങ്ങളാണ്, ഇവരത് ചെയ്യത്തില്ല, അവരുടെ സാമൂഹ്യ പശ്ചാത്തലം കൊണ്ട് അവർ പറയാതിരിക്കുന്നതാണ്, അല്ലെ സാമൂഹ്യ പശ്ചാത്തലം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളെ ഒഴിച്ചു നിർത്താൻ ശ്രമിച്ചാൽ കുഴപ്പം നമുക്ക് ഇങ്ങനെ സാമൂഹ്യ പശ്ചാത്തലമുള്ള അനേക കോടി ആൾക്കാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവരെല്ലാം മാറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കഴിയുമെന്ന്. അപ്പം ഇവിടെ നോക്കൂ, ഞാനതാ പറഞ്ഞ രാഷ്ട്രീയമായി ഇതിനൊരു മറ്റൊരു മാനം കൊടുത്തത് വഴി യഥാർത്ഥത്തിൽ ഈ ആൾക്കാരിലേക്ക്, ഈ ലേഡിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. നോക്കൂ, റിപ്പോർട്ടർ ചാനലിൻ്റെ, ഇപ്പോഴത്തെ റിപ്പോർട്ടറല്ല അന്നത്തെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു മാധ്യമപ്രവർത്തക കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ എന്താണ് അവിടെ സംഭവിച്ചെന്നും എന്താണ് റിപ്പോർട്ട് ചെയ്യാതെ പോയതെന്നും ഉള്ളതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ അറിഞ്ഞിട്ടും സാധാരണ വീട്ടിലിരിക്കുന്നവരിലേക്ക് ആ സത്യം എത്തിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാധ്യമ പ്രവർത്തനമല്ല, അധമ പ്രവർത്തനമാണ് അന്ന് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അത് അപർണ സെൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ കുറിപ്പിൽ നിന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ തന്നെ നോക്കൂ, തെരഞ്ഞെടുപ്പ് ആണെന്നും പറഞ്ഞ് വിമർശിക്കപ്പെട്ട ഒരു കേസാണ് കേരളത്തിലെ അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ്റെ വിഷയത്തിൽ. നോക്കൂ, ഹരീഷ് വളരെ കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിനെ നിങ്ങൾക്ക് വിമർശിക്കാം, എല്ലാം ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ അതിനകത്ത് സത്യമുണ്ടോ എന്നുള്ളത് കണ്ടെത്താതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഔട്ട്റൈറ്റ് ആയിട്ട് അദ്ദേഹത്തിനെ എതിർക്കുകയും അദ്ദേഹം ചെയ്തത് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയുമാണ് ഈ നാട്ടിൽ നടന്നത്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ട്രയൽ നേരിടുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അത് ഒരാൾ സത്യം വിളിച്ച് പറഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ അവർ കേസെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീടുള്ള ഡെവലപ്മെന്റ് എന്താണ്? ആ വീട്ടിലെ 2 പേരും പ്രതികളായി മാറുന്നു. എന്നുവെച്ചാൽ വിറ്റ്നസ് ബോക്സിൽ നിന്ന് അവർ അക്യൂസ്ഡിൻ്റെ ബോക്സിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അങ്ങനെ തോന്നിയിട്ടാണല്ലോ അല്ലേ? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇപ്പോൾ CBI ഏത് തന്നെ ആകട്ടെ, ആര് തന്നെ ആകട്ടെ, അവർ ചുമ്മാതെ ഇപ്പം ഇതൊരു രാഷ്ട്രീയമായി നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല CBIയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അങ്ങനെ കണക്കാക്കുന്നുമില്ല. അപ്പോൾ CBI കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ
ആ വീട്ടിൽ താമസിച്ച 52 ദിവസം മുമ്പ് ഒരു കുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കറക്റ്റീവ് മെഷേഴ്സും നടത്താത്ത, എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്ന CBI ഇവരെ വിറ്റ്നസ് ബോക്സിൽ നിന്ന് അക്യൂസ്ഡിന്റെ ബോക്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരള പോലീസ് അത് കൃത്യമായി എത്തിച്ചേരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആ ഡെവലപ്മെന്റ് താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. എത്രയൊക്കെ എറർ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചെന്നിരിക്കട്ടെ, ബാക്കിയൊക്കെ ഒരു കളിച്ചെന്നിരിക്കട്ടെ, പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം ആ കുട്ടികൾക്ക് ജസ്റ്റിസ് കിട്ടുക എന്നുള്ളതാണ്. ആ നീതി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു യാത്രയിൽ തന്നെയാണ് നാം എന്നാണ് ഞാൻ കരുതുന്നത്. ശരി.